ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ജോർജിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസമായി. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞങ്ങളെ വെറുതെ തമാശക്ക് പറയുന്നതല്ല, വളരെ സ്പെഷ്യൽ. നമ്മളിന്ന് കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ പറഞ്ഞൊരു ഒരു അഭിപ്രായം, നമ്മൾ ഇന്നത്തെ അഡ്വഞ്ചർ ലെവലാണ്. സാധനം എന്താണെന്ന് പറയണ്ട, അത് കുറച്ച് സ്പെഷ്യലാണ്, കുറച്ച് ഹൈപ്പുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് ഗുദൗരിയിലാണ് നമ്മളിന്നത്തെ പ്ലാൻ. ഗുദൗരിക്ക് മുന്നേ 3-4 സ്പോട്ട് ഉണ്ട്, അത് കവർ ചെയ്തതിനു ശേഷം ഗുദൗരിക്ക് പോകുന്നതാണ് നമ്മൾ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊന്നും ആരും കാണരുത്. നമുക്ക് ആകെ ഓഡിയൻസ് ഒരു 100 ആൾക്കാരെ കിട്ടുള്ളൂ. ആ 100 ആൾക്കാർ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ല, മോശമല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. നമ്മൾ ട്രിപ്പിന് ഇനിയിപ്പോൾ 2-ാമത്തെ ദിവസം നാളെയും കൂടെ ഉള്ളൂ നമുക്കിവിടെ. അപ്പോൾ എനിവേ നമുക്ക് വ്ളോഗ് കാണാൻ. ഞങ്ങൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെക്ഷനൊന്നും എടുക്കുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി 9 മണിയായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിവേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കുക, ബസ് കയറി. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ആവും. ഫുഡ് നമ്മൾ കാണിക്കുമല്ലോ, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ക്രൗഡ് ഏകദേശം എന്നാലും ഫുഡ് ഏകദേശം കഴിക്കാൻ കാണിച്ചു കഴിഞ്ഞാൽ ലാഗ് ആവും. അതുകൊണ്ട് കാണിക്കാം. വാ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ജോർജിയയിലെ സിൻവാലി റിസർവോയറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളിതിൻ്റെ പുറത്ത് റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, കാരണം ഇവിടുന്ന് കുറച്ച് ആക്സസറീസ് വാങ്ങാനുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് വേറൊരു സ്പോട്ടും കൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഗുദൗരിയിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് മീൻസ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഗുദൗരിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നമ്മളെ ക്യാപ്പ് ആവട്ടെ, ഗ്ലൗസ് ആവട്ടെ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നൊരു സ്ഥലമാട്ടോ. അപ്പോൾ ഗുദൗരിയിലോട്ട് പോകുന്ന വഴി സിൻവാലി റിസർവോയറിൻ്റെ ഔട്ടർ സൈഡിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവരും കൂടെ പരിചയപ്പെടുത്താം. വരൂ ഗോയ്സ്, നമ്മളെ വ്ളോഗിലൊന്ന്. പേരെന്താ? എവിടെ? നാട്ടില് കാസർഗോഡ്. ഇവിടെ യു എയിൽ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഫ്രം യു എയിൽ തന്നെ, ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്, നമ്മളായിരുന്നല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളേതായാലും റിസർവോയറിൽ പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ഞാൻ ഏതായാലും കാണിച്ചു തരാം. നമ്മളെ ക്യാമറമാൻ ബാക്കിലുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു 2 വാക്ക് ക്യാമറമാൻ സംസാരിക്കൂ പ്ലീസ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവർക്ക് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ടും നമ്മൾ ഏതായാലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ എന്തിനു പറയുന്നത്, ടൂർ മാനേജർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർ മാനേജർ. പേര് പറയും. എൻ്റെ പേര് അൻഷാദ്, നാട്ടില് കോഴിക്കോടാണ് വീട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് വന്നിട്ടുള്ളത് സഹറ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെയാണ്. അവിടെ ഓഫീസ് വരുന്നത് നമ്മളെ ദുബായിൽ ദേരയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്കൊക്കെ നമ്മൾ ട്രിപ്പ് സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആൾക്കാർ പോകുന്ന എല്ലായിടത്തേക്കും നമ്മൾ ടൂർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ജോർജിയ, കസാഖിസ്ഥാൻ. വളരെ നല്ലൊരു സർവീസാണ്. നമ്മളിപ്പോ നമുക്കൊരു നെഗറ്റീവ്, ഏതൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു ഒരു ഭാഗത്ത് ബാക്കിൽ വണ്ടി ആയിട്ടോ ഒന്ന് മുന്നിൽ കിടന്നു. ഞാനൊരു മനസ്സിലാക്കിയെടുത്ത കാര്യം എന്താ വെച്ചാൽ, സാറിന്റെ കൂടെ വന്നപ്പോ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇവര് ചെയ്തു തരും, കുഴപ്പമില്ല. നൈസായിട്ടൊന്ന് ചവിട്ടി, അതായത് നമ്മളെ കാര്യങ്ങൾ ഇവർ അന്വേഷിച്ച് അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളെ പിന്നാലെ വന്ന് അവർ നടത്തി തരുന്നുണ്ട്. അതാണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. ഇപ്പൊ ഇന്നാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഗുദൗരി ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ ഫാമിലീസ് ഉണ്ടായതുകൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇവർ 2 പേരെ ഇന്ന് വീണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതെ, നമ്മള് വിചാരിച്ച മാതിരിയല്ല. കാരണം എന്താ വെച്ചാല് അത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാറ് നമ്മൾ. കാരണം അതുപോലെ ടിബ്ലിസ് പോലുള്ള ടൗണിലൊക്കെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ അടിയിലൂടെ നമ്മളെ 10-35ഓളം വരുന്ന ടീമിനാണ്, 45ഓളം വരുന്ന ടീമിനെ പുഷ്പം പോലെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അപ്പോൾ സിൻവാലി റിസർവോയറിന്റെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറൗണ്ട് കാണിച്ചു കൊടുത്താ, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വാട്ടോ. ബാ 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 വാടാ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ ഈ റിസർവോയറിന്റെ ഒരു വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗുദൗരി പോണ വഴിക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ ചെയ്യുന്ന അന്നൂരി പറയുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ലൈക്ക് അത് നമ്മളൊരു ഫ്രോസൺ പോലെ കിടക്കുന്ന ഒരു
ഒരു റിവർ ഇവിടെ ഉണ്ട്. ബട്ട് അത് ഇപ്പം എനിക്ക് തോന്നുന്നു സ്നോ വീണതാണെന്ന് തോന്നുന്നു. കാരണം അവിടെ വെള്ളം ഇല്ലാത്ത ഏരിയ സ്നോ വീണതാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രോസൺ റിവർ പോലെ നമുക്ക് തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആയിട്ട്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഗോദാവരിയിൽ പോകുന്ന വഴിക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥലത്തിന് പേരൊന്നുമല്ല, ഗോദാവരിയിൽ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇതുവരെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ചെയ്യേണ്ട, കാരണം വെറൈറ്റി നമ്മളെ വ്ളോഗിൻ്റെ എൻഡിൽ കുറച്ച് സാധനങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഗോദാവരിയിലോട്ട് പോകുന്നതാണ്. ഗോദാവരിക്ക് അത്യാവശ്യം ഇവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതാണ് സംഭവം. എനിവേ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഇതാട്ടാ ഫുഡ് കഴിക്കാൻ വന്നത്. മൊത്തം ഐസാണ്. അപ്പോൾ നോക്കി കണ്ട് നടക്കുക. ഒരു നല്ല വ്യൂവിലുള്ള കിടിലം ഒരു റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഫുഡ് എന്താ അവസ്ഥ എന്ന് നോക്കണം. നമ്മളേതായാലും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡ് നമ്മളടുത്ത് ഓൾറെഡി മുന്നേ ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വരുന്നത് നമുക്കറിയില്ല. ജോർജിയൻ ഡിഷാവും. വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, സോറി, ബാ ഇരിക്ക് പുറക്കോടെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് കിങ് കാലി. ഒരു ബ്രെഡ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. പിന്നെ ഈ കാണുന്ന ഐറ്റത്തിൻ്റെ ഇതിൻ്റെ പേരെന്താ? ചിക്കൻ മെറൂലി. ഓക്കെ, യെസ്, നമുക്ക് തന്നെയാണ്. ഈ ഐറ്റത്തിൻ്റെ പേര് ചിക്കൻ മെറൂലി. പിന്നെ ഇനി എന്തോ ഒരു ഐറ്റം കൂടെ വരാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ ജോർജിയൻ ഡിഷാണ്. അപ്പം നമുക്ക് എത്രത്തോളം ഒന്നും പറയാനായിട്ടില്ല, നമ്മൾ പറഞ്ഞുതരാം. അടിപൊളിയാണ്. അപ്പോൾ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണ്. എന്നുണ്ട്? അടിപൊളിയല്ലേ? ഒരൈറ്റം കൂടെ ഉണ്ട്. ആ ഐറ്റം കൂടെ വന്നിട്ട് നമ്മൾ പറഞ്ഞുതരാം. മുന്നോർ ആദ്യമായിട്ടല്ല നീ ജോർജിയന് ട്രൈ ചെയ്ത് നോക്കുന്നത്? നോക്കിയോട്ടെ എന്താ അവസ്ഥ. എന്ത് ടേസ്റ്റ് തോന്നുന്നു എനിക്ക്? കുഴപ്പമില്ല, എനിക്കല്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കേബിൾ കാർ വഴിയാണ് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകൾക്ക് പോകുന്നത്. ആദ്യം സ്റ്റേജ് 1 നമ്മൾ എന്ത് ചെയ്യും, പോവും. പിന്നെയാണ് സ്റ്റേജ് 2 പോകുന്നത്. സ്റ്റേജ് 2 എന്നാണ് നമുക്ക് പാരഗ്ലൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഒഫീഷ്യലി കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. ഫോൺ എങ്ങാനായിട്ട് ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ കോമഡി ആയിപ്പോവും. ഫോൺ വികൂല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വ്യൂ? കണ്ടോക്കെ, ഏതാ മൂഡ്? സംസാരിക്കാൻ കിട്ടുന്നില്ല. എന്താ പറയാനുള്ള വെച്ചാല്, കളിയൊക്കെ ജോർജിയയിലെ ട്രിപ്പൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോദാവരിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. പേടി മുനവറിനുണ്ടെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യണം. അല്ലെ, എത്ര പേടി ഉണ്ടെങ്കിലും ട്രൈ ചെയ്യണം നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ എല്ലാം ചെയ്തോണ്ടിരിക്കുക. നമ്മൾ സ്റ്റേജ് 1 ഇറങ്ങിയിട്ട് എത്ര പൊക്കുണ്ടെങ്കിലും മറ്റേത്ര പേടിയില്ല. ഇതിന് വലുത് വരാണ്ടായോണ്ടാണ്. അതെ അതെ, അതുകൊണ്ടാണ് സംഭവം. അതെ, നമ്മളിവിടെ ഫേസ് 1 ഒന്ന് ഇറങ്ങി. ഇനി ഫേസ് 2 വേറെ കേബിൾ കാറിലാണ് കയറാനുള്ളത്. അപ്പോൾ അതിൽ കയറി ഫേസ് 2 പോകും. അവിടെ നിന്നാണ് നമ്മൾ പാരഗ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അറൗണ്ട് -50 ഒക്കെ ആണെന്നാണ് നമ്മളെ ഈ പറഞ്ഞ പൈലറ്റ് പറഞ്ഞത് നമ്മളോട്. എനിവേ പോയി ഞങ്ങളുടെ പെരും തണുപ്പാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലൗ ഒന്നും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഫോണിൽ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട്. എനിവേ തണുപ്പൊന്നും നമുക്കൊരു വിഷയമല്ല. ഇവിടെ തന്നെ ഫീൽസ് ലൈക്ക് ഒരു -8 ഒക്കെ കണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. ഇതിന് മുകളിൽ 50 വരെ പോകുമെന്നാണ് പറഞ്ഞത്. ഈ ബാക്കിൽ കാണുന്ന ടോപ്പില്ലേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതാണ് ഫേസ് 2 വരുന്ന ടോപ്പ്. അവിടെ നിന്നാണ് നമ്മൾ ജമ്പ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായ? ആ ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ജമ്പ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് 3000 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. 3000 എത്രയോ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ തണുപ്പ് പറഞ്ഞത് -50 മുകളിൽ പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഗ്ലൗ ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത്. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാണ്ട് പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെയാണ്. എനിവേ ചെയ്യാന്നല്ലാണ്ട് നിവർത്തില്ല. അധികമൊന്നും എടുക്കുന്നില്ല, കാരണം കൈ മരവിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫേസ് 2 എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ തണുപ്പാണെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ തണുപ്പാണ്. കാരണം എൻ്റെ കയ്യിൽ ഗ്ലൗ പോലും ഇല്ല.
എനിവേ ചെയ്തിട്ട് ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വിഷ്വൽസ് അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സെറ്റപ്പൊക്കെ ഡണ്ണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കറളി ഗോദാവരിയിൽ പേസ് 2 ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു. ഫുൾ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ ഇവിടെ അധികം എനിക്ക് കൈ പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഏതായാലും വിഷ്വൽസ് കിട്ടിയിട്ട് കാണിച്ചു തരാം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക, അത് ആർമാദിക്കുക. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ നമുക്കൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് ഗോദാവരിയിലെ ഫേസ് 2 പാരാഗ്ലൈഡ് ചെയ്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. നല്ല വിൻഡ് ഉണ്ട്, എൻ്റെ കൈകളൊക്കെ മരവിക്കുന്നുണ്ട്. ഓക്കെ, ജോർജിയയിലെ പാരാഗ്ലൈഡ് കഴിഞ്ഞു, അതേപോലെ മറ്റേ ഈ ബൈക്കിൻ്റെ റൈഡ് കഴിഞ്ഞു. അപ്പോൾ പാരാഗ്ലൈഡിൻ്റെ വിഷ്വൽ ഞാൻ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഇട്ട് തരുന്നുണ്ട്, ഇൻ്റെതും എൻ്റെ ഒക്കെ ഇട്ട് തരുന്നുണ്ട്. എനിവേ അടിപൊളിയായിരുന്നു. ഒന്നും ഇതൊന്നും എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. അടിപൊളിയായിരുന്നു. എനിവേ ചാൻസ് കിട്ടണമെങ്കിൽ അതെ, എന്തായാലും വരണം. അത്ര നമുക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് നമുക്കിത് എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ കഴിയുമല്ലോ. അതെ, ഇതാണ് ജോർജിയയിലെ ഗോദാവരിയിലുള്ള റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് മോണമെൻറ്റം. ഈ ബാക്കിൽ കാണുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് തന്നെ 6:30 ടൈം ആയിട്ടുണ്ട്. ലൈറ്റ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊക്കെ ഒന്നും പറയില്ല. ഇവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുക്കണം, കാരണം ഓവർ. അതെ 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 അതെ. എനിവേ ഇവിടെ നിന്ന് 2 ഫോട്ടോസ് എടുക്കാൻ തിരിച്ചു പോകും, അതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് മോണമെന്റത്തിന്റെ ഒരു ഇന്നർ സൈഡത്തെ വ്യൂ. കേട്ടോ, ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണിച്ചു കൊടുത്തു. ഫുൾ വ്യൂ കേട്ടോ. അവിടെ ഒരു ലേക്ക്, താഴെ ഒരു ലേക്ക് വരുന്നുണ്ട്. താഴെ ഒരു കിടിലൻ ലേക്ക് വരുന്നുണ്ട്. കണ്ട ഓഫ് കണ്ട താഴത്തുള്ള ഒരു ലേക്കാണ്. പിന്നെ കണ്ട ഒരു 0.5 കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ മക്കളെ. ഏതായാലും ഇൻഷാല്ലാ നിങ്ങൾക്ക് ജോർജിയയിലൊക്കെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുക. അല്ലാത്ത പക്ഷം എന്താണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര മിസ്സാവും. ബാക്കിൽ കല്ലുണ്ട്, കുറച്ച് ബാക്ക്. ഓക്കെ, അപ്പോൾ എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് ആയാലും കാണുന്നതുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ. 0.5 360. Okay, done.